ഹലോ ഗൈസ്, ബിഗ് ബോസ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഫ്ലോറിൽ നിന്നും നമ്മുടെ മത്സരാർത്ഥികളുടെ ആ ഒരു എന്താ പറയാ വിവരമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ബഹുമാനമില്ലായ്മ കണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ രോഷാകുലനായ ആ ഒരു ഫ്ലോർ വിട്ടു പോകുന്ന കാഴ്ചയായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണല്ലേ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന് ഒരു ബഹുമാനവും മര്യാദയില്ല എന്ന് നമ്മുടെ ലാലേട്ടനും മറ്റുള്ളവർ എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടത്. അതായത് ഇപ്രാവശ്യത്തെ ആ ഒരു എലിമിനേഷൻ ലിസ്റ്റിൽ ഉള്ള പ്രകാരം നമ്മുടെ ഷാനവാസ്, ആര്യൻ, ലക്ഷ്മി, റെന, സാബുമാൻ, ആദില അവരെ ആ ഒരു പുറത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുവാണേ. എന്നിട്ട് അനുമോൾക്ക് ആ ഒരു വിധിപ്പെട്ടിയുടെ കീ കൊടുക്കുന്നുണ്ട്. അനുമോൾ അത് തുറന്ന് ആരാണെന്ന് വെച്ചാല് അയാൾക്ക് കൊണ്ടുപോയി ഒരു മാല അനുമോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ മാല കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് നമ്മുടെ അനുമോൾക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അപ്പൊ നമ്മുടെ അനുമോൾ എവിടെയുണ്ട്? നമ്മുടെ നൂറയും വരുന്നുണ്ട്. വേറെ ആരും അങ്ങോട്ടേക്ക് വന്ന് സഹകരിക്കുന്നേ ഇല്ല കേട്ടോ. ആരാ പുറത്ത് പോകാൻ പോകുന്നതെന്നോ അവിടെ വന്നൊന്ന് നോക്കുകയോ ഒരു ആകാംക്ഷയോ വേറെ ആർക്കുമില്ല. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, അനുമോളും നൂറയും മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും മത്സരാർത്ഥികൾ ഇവിടെ ഒന്നും ഇല്ലേ, നിങ്ങൾക്ക് എന്തോ ഒരു താല്പര്യവും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിനി ഇവിടെ നിന്ന് പോകുക, ബിഗ് ബോസ് ബാക്കി തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ അവിടെ നിന്നും എന്താ പറയാ രോഷാകുലനായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കൂട്ടുകാരെ. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ആരായിരിക്കും എവിക്റ്റ് ആകാൻ പോകുന്നത്? നമ്മുടെ അനുമോള് നേരെ മാലയും കൊണ്ടുവരുന്നത് നമ്മുടെ ആദിലേക്ക് നേരെ ആട്ടോ. അപ്പൊ ആദിലയുടെ നേരെ മാലയും കൊണ്ടുവരുമ്പോൾ പാവം നമ്മുടെ നൂറ കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ഷാനവാസനും ലക്ഷ്മിക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട്. ആര്യൻ, റെന ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെയാണ് പോകാൻ സാധ്യത കൂടുതൽ. നമ്മുടെ സാബുമാൻ ലാസ്റ്റത്തെ ആ ഒരു ഹോട്ടൽ ടാസ്കില് അങ്ങോട്ട് മുന്നേറി കഴിഞ്ഞു. ആ ഒരു പ്രേക്ഷകരുടെ ആ ഒരു ഇഷ്ടം നേടിക്കഴിഞ്ഞു നമ്മുടെ സാബുമാൻ. അപ്പൊ സാബുമാനല്ല, നമ്മുടെ ലക്ഷ്മിയല്ല, ഷാനവാസും അല്ല, ആദിലയുമല്ല. ആദിലയ്ക്കും അത്യാവശ്യം വോട്ടുണ്ട്. ഏറ്റവും കുറവ് വോട്ട് നമ്മുടെ റെനയ്ക്ക് തന്നെയാണ്. അപ്പൊ റെന തന്നെ പോകാനായിരിക്കും സാധ്യത കൂടുതൽ. പക്ഷേ ഈ ഒരു എവിക്ഷന് മുമ്പ് തന്നെ നമ്മുടെ ലാലേട്ടൻ അവിടെ നിന്നും രോഷാകുലനായി ഇറങ്ങി പോയ സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.